മറ്റൊരു വാർത്തയിലേക്ക് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരു മരണം 12 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ സേനയും മെഡിക്കൽ സംഘവും ഉടൻ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. ഐഷത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, ഈ മരണപ്പെട്ടത് വിനോദസഞ്ചാരികളിൽ പെടുന്ന ആൾ ആണോ? അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഒരു വിനോദസഞ്ചാരിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഈ പരിക്ക് പറ്റിയവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ്. ഇതിൽ തന്നെ 12 പേർക്കാണ് ഇതുവരെ പരിക്ക് പറ്റിയത്, വെടിയേറ്റത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്ന് കൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ 5 പേർക്ക്, അവർ 5 പേരും വിനോദസഞ്ചാരികൾ തന്നെയായിരുന്നു. ഈ വെടിയേറ്റ ഒരു സ്ത്രീ തന്നെയാണ്, വിനോദസഞ്ചാരി തന്നെയാണ് ഇക്കാര്യം പോലീസിൽ അറിയിക്കുന്നത്. അതായത് തങ്ങൾക്ക് വെടിയേറ്റിട്ടുണ്ട്. ഇവരുടെ ഹസ്ബൻഡിനടക്കം, ഭർത്താവിനടക്കം ഗുരുതരമായി വെടിയേറ്റിട്ടുണ്ട്. തലക്ക് പുറകിലാണ് വെടിയേറ്റത് എന്നടക്കം അവരാണ് ആദ്യഘട്ടത്തിൽ പോലീസിനെ അറിയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ സുരക്ഷാ സേനയും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്, മെഡിക്കൽ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീടാണ് ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഓരോ മിനിറ്റിലും ഉള്ളത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാം എന്ന പ്രദേശം സാധാരണയായി ജമ്മു കാശ്മീരിൽ ഈ വെടിവെപ്പ് നടക്കുന്ന ഒരു പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഇത് തീർത്തും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണ്. ഇവിടേക്ക് സാധാരണഗതിയിൽ പോകാൻ വാഹനങ്ങളോ മറ്റോ ഒന്നുമില്ല. കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ വെടിവെപ്പുണ്ടായത്. വൈകിട്ട് 3 മണിക്ക് ശേഷമായിരുന്നു ഈ വെടിവെപ്പ്. ഇതിൽ ആദ്യഘട്ടത്തിൽ വെടിവേറ്റവർ മുഴുവനും വിനോദസഞ്ചാരികൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും ഈ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ അവിടെയുള്ള കച്ചവടക്കാരോ മറ്റ് പ്രദേശവാസികളോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ സേനയെ ഇപ്പോൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിലേക്ക് കൂടി ഈ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം തുടരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് വിനോദസഞ്ചാരികൾക്ക് കൂടി അവർക്ക് നേരെ കൂടി ഈ ആക്രമണം ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാനുള്ളത്. അഭിലാഷ്, എന്തായാലും ഒരാൾ കൊല്ലപ്പെട്ടു, വിനോദസഞ്ചാരിയായ ഒരാൾ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഐഷത്തുൽ ഷംന നൽകിയത്.